പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? കാർട്ടൂൺ പോലെ ഉണ്ട്. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? പ്രഭാസ് അടിപൊളി. വേറെ ഒന്നും പറയാനില്ല. ചേട്ടാ വലിയ കുഴപ്പമില്ല ചേട്ടാ, അത്രയ്ക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അവസാനത്തെ 20 മിനിറ്റ് അടിപൊളിയാണ്. മഹാഭാരതം എക്സ്ട്രാറ്റൊക്കെ എൻ്റെ പൊന്നു വേറെ ലെവലിൽ നിൽക്കണം. നെഗറ്റീവ് പറയുന്നവർക്ക് പോകാൻ പറ ബ്രോ. കൊള്ളാം. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? കാർട്ടൂൺ പോലെ ഉണ്ട്. രസമുണ്ട്, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. അതിനുള്ള എഫക്റ്റ് ഒക്കെ ഉണ്ട്. അടിപൊളി പടം. പടം കൊള്ളാം, സൂപ്പർ പടമാണ്, നൈസായിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. കൊള്ളാം, നൈസ് പടം, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഓക്കെ, ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. മാഡ് മാക്സ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതിൽ ആക്ഷൻ സീൻസ് ഒന്നും കുറേ കുഴപ്പമില്ല. ഓക്കെ, മിഡ് പടം. പ്രഭാസ് കൊള്ളാം, ഓക്കെ, കുഴപ്പമില്ല. സെറ്റ് പടം കേട്ടോ, സെറ്റ് പടം. ഗ്രാഫിക്സ് ഒക്കെ പക്ക സൂപ്പർ, കൊള്ളാം. ചേട്ടാ വലിയ കുഴപ്പമില്ല ചേട്ടാ, അത്രയ്ക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അവസാനത്തെ 20 മിനിറ്റ് അടിപൊളിയാണ്. പറയണം. അതെ, ഞാൻ അവസാനത്തെ ഒരു 20 മിനിറ്റ് മാരക സാധനമാണ് അവസാനത്തെ. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിന് മുഖമായിരുന്നു. പക്ഷേ ഇതിന് സിനിമാഗ്രാഫി അവസാനത്തേക്ക് മാരക സാധനം, അവസാനം വരെ സാധനം. ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല, അത്രയ്ക്ക് ഹൈപ്പ് ഒന്നുമില്ല. അവസാനം 20 മിനിറ്റ് മസ്റ്റ് വാച്ച് ഐറ്റം തിയേറ്റർ. കൊള്ളായിരുന്നു ബ്രോ, നല്ല സിനിമ. അതിനെക്കാട്ടി നന്നായിട്ട് അവന്മാർ പറഞ്ഞു. നല്ല സിനിമ, നല്ല സിനിമ. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? പ്രഭാസ് അടിപൊളി, നന്നായിട്ടുണ്ട്. നല്ല സിനിമ. കിടിലം പണം, കിടിലം, ഒരു രക്ഷയില്ല. പടം എന്ന് പറഞ്ഞാൽ കാണാൻ ഒരിതുണ്ട്. ഞാൻ വെയിറ്റിംഗ് ആണ് സെക്കൻഡ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമ. സത്യം പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ എല്ലാവരും ആക്ടിവായിട്ടുള്ള എല്ലാവർക്കും ഈവൻ കിടില ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ. സത്യം പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഇങ്ങനെ ഒരു പടം. കിട്ടില്ല. മഹാഭാരതം എക്സ്ട്രാറ്റൊക്കെ എൻ്റെ പൊന്നു വേറെ ലെവലിൽ നിൽക്കണം. ഗ്രാഫിക്സ് ഒക്കെ പൊളിച്ചടിക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർക്ക് പോകാൻ പറ ബ്രോ. ഇത് സത്യം പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമാണ്. എല്ലാവരും വന്ന് കാണാൻ. നെഗറ്റീവ് പറയുന്നവരങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കിട്ടില്ല ഒരു ഐറ്റം ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ഐറ്റം. സത്യം അവഞ്ചേഴ്സൊക്കെ അത് കണക്കിനൊക്കെ പോയി എന്തൊക്കെയോ നമ്മളൊരു മാജിക്കൽ വേൾഡിലോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നൈസ് മൂവിയാണ് ബ്രോ. ഓവറോൾ ഈ ബഡ്ജറ്റ് അവർ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. VFX ചെറിയ ചെറിയ കുറച്ച് പോരായ്മകളുണ്ട്. അല്ലാതെ നോക്കുന്ന ഓവറോൾ മൂവി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മിത്തോളജി പ്ലസ് സ്കൈഫൈ കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് എന്ന് വെച്ചാൽ ഈ കഥ ബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും വർക്കാവുന്നില്ല. എനിക്ക് വർക്കായി. എനിക്ക് അങ്ങനെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മഹാഭാരതം നമ്മുടെ ആ മിത്തോളജി സ്കൈഫൈയിൽ മിക്സ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമായി ഇന്ത്യയിൽ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രോ. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ലാഗ് പോലെ തോന്നും. പക്ഷേ ഓവറോൾ അവിടെ നിന്ന് പിന്നെ അടിപൊളി പടമാണ്. പ്രഭാസായാലും ആരായാലും ഇതാണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് വെയിറ്റിങ്. എല്ലാ അതിലായിരിക്കും അടിപൊളിയായിട്ട്. ഫുള്ള് ഹ്യൂമർ സെൻസായിട്ട് നല്ല ഹ്യൂമറായിട്ടാണ് പെർഫോം ചെയ്തത്. അതേപോലെ അതിൽ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള സീൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതേപോലെ സിനിമ കണ്ട അവഞ്ചേഴ്സാണ് ആ ഒരു ഫീൽ വന്ന്. അതേപോലെ തന്നെ ഇതിലെ ഫൈറ്റ് സീൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പടം അടിപൊളിയായിരുന്നു. വിഷയം ഒന്നും പറയാനില്ല. കാരണം ഇത്രയും 600 കോടി ബഡ്ജറ്റിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ബെസ്റ്റ് സിനിമ ഇനി വേറെ ഇല്ല. ഇത്രയും കണക്കൊക്കെ ഇത്രയും ബെസ്റ്റ് സിനിമ വേറെ ഇല്ല. ബാഹുബലിയും എന്തായാലും പൊട്ടിക്കും. കണ്ടിരുന്ന ആരും നെഗറ്റീവ് പറയില്ല. പ്രത്യേകിച്ച് മഹാഭാരതത്തിൻ്റെ ഇതും കൂടെ വന്നുകൊണ്ട് ആ സീൻസ് ഇപ്പോൾ ആദിപുരുഷൊക്കെ എടുത്തെങ്കിലും ഈ ഡയറക്ടറാണ് അതെടുത്തിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. വളരെ ബോറായിരുന്നു. കുഴപ്പമില്ല, കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് എന്തായാലും കുഴപ്പമില്ല, ഭയങ്കര ബോറായിരുന്നു. ബാഹുബലി കിട്ടില്ലല്ലേ.